ഹായ് ഹലോ നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കണ്ടുവരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സുഖിയനാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുപയർ വേവിച്ചെടുക്കാൻ നമുക്ക് ഇട്ട് കൊടുത്ത് അത് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ കുറച്ച് ശർക്കര പാവ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു 3 ടീസ്പൂണോളം മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്ക് മാവ് കലക്കിയെടുക്കാം. നമ്മൾ കലക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് ശർക്കരയും കൂടി അരിച്ചൊഴിച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് മട്ട അവിൽ കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നല്ല രീതിയിൽ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. അതിലധികം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബോൾ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് പാകത്തിന് ഉരുട്ടിയെടുക്കാൻ. നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകൂടി. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഉരുള ഉരുട്ടിയ നമ്മുടെ ചെറുപയറിൻ്റെ ബോളുകൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മാവിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ് നല്ലത്. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മാവ് ശരിയായ രീതിയിൽ വെന്ത് വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അതൊന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പുറം ഇപ്പുറം നമുക്ക് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ ബോൾ ഉരുട്ടി വെച്ച സുഖിയനുകളും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഒരു 20ഓളം സുഖിയനുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്